അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. വിശുദ്ധമായ ശവ്വാൽ മാസത്തിൻ്റെ 17-ാം രാവിലേക്ക് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ നമ്മൾ പ്രവേശിച്ചിരിക്കുകയാണ്. നാളെ 17-ാമത്തെ ദിവസമാണ്. നമ്മുടെ മജ്ലിസിൽ ഒരുപാട് ആളുകൾ കടങ്ങളാണ് ഉസ്താദെ, കടങ്ങൾ മാറാൻ ദുആരക്കണേ. അത് എങ്ങനെ കടം വീട്ടണമെന്നറിയില്ല. അതുപോലെ തന്നെ ഈ ലോൺ എടുത്തിട്ട് ലോൺ അടച്ചുകൊണ്ട് കിട്ടുന്ന പൈസയൊക്കെ ലോൺ അടച്ചു പോവുകയാണ്, ഒന്നും നീക്കുബാക്കിയില്ല. ഇതിൽ നിന്നൊക്കെ സലാമത്താവാൻ ദ്വാരക്കണമെന്ന് പറഞ്ഞവരുണ്ട്. അല്ലാഹു തആല ഈ ദിവസത്തിൻ്റെ രാവിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെയും അവരുടെയും എല്ലാ കടങ്ങളും അല്ലാഹു തആല വീട്ടി എല്ലാവിധ സലാമത്തും സാമ്പത്തികമായ ഭദ്രതയും അല്ലാഹു തആല നൽകുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നാളെ ഈസ്റ്ററാണ്. നമ്മുടെ ക്രിസ്ത്യൻ സഹോദരന്മാരുടെ ഒരു ആചാരം അനുഷ്ഠാനമാണ്. അത് അവിടെ നടക്കട്ടെ. അതിനെ ചുവട് പിടിച്ചുകൊണ്ട് നമ്മൾ അതിൻ്റെ കൂടെ ചേരാൻ നിൽക്കേണ്ട. അത് അവരുടെ ആചാരമാണ്. നമ്മൾ മുസ്ലിമീങ്ങളാണ്, നമുക്കത് പറ്റാത്തതാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ആചാരവുമായിട്ട് മുന്നോട്ട് പോവുക. ആ കാര്യം ഉണർത്തിയെന്ന് മാത്രം. പിന്നെ വെക്കേഷൻ ടൈമാണ്, മാത്രമല്ല IPL നടക്കുന്നൊരു സമയമാണ്. അതൊക്കെ കണ്ടിട്ട് നിസ്കാരം ഖളാ ആക്കുന്ന ഒരവസ്ഥ എൻ്റെ പൊന്നു ചെറുപ്പക്കാരെ നിങ്ങൾക്കുണ്ടാവരുത്. സഹോദരിമാർ, ഉമ്മമാർ പ്രത്യേകം നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് കൃത്യമായിട്ട് അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു തആല നമ്മളെയും നമ്മുടെ മക്കളെയും സലാമത്തിൻ്റെ അഹ്ലികാരിൽ ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ദിക്റിൻ്റെ മജ്ലിസിലേക്ക് നമ്മൾ കടക്കുകയാണ്. നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദുആ വസിയത്തുകൾ എടുത്തു നോക്കിയാൽ ഒരുപാട് ദുആ വസിയത്തുകൾ രോഗസംബന്ധമായ പ്രശ്നങ്ങൾ പറഞ്ഞ് പ്രയാസങ്ങൾ പറഞ്ഞാൽ, ഉസ്താദേ ഓപ്പറേഷന് വിധേയമാകാൻ പോകുന്നു, ഓപ്പറേഷൻ കഴിഞ്ഞ് ചികിത്സയിലാണ്, അപകടത്തിൽപ്പെട്ട് ഓപ്പറേഷൻ കഴിയാൻ പോകുന്നു, അതുപോലെ ക്യാൻസർ രോഗമാണ്, ശരീരത്തിന്റെ ഒരു ഭാഗം തളർന്നുപോയി സ്ട്രോക്ക് വന്നിരിക്കുന്നു, അറ്റാക്കാണ്, അതുപോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് ഫിക്സ് ആണ്. ഇങ്ങനെ ഒരുപാട് ദുആ വസിയത്തുകൾ നമ്മുടെ രോഗസംബന്ധമായി പ്രയാസങ്ങൾ സംബന്ധമായി നമ്മുടെ വീഡിയോകൾക്ക് താഴെ വരുന്നുണ്ട്. നമുക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ രോഗം ശിഫയാവണം. നമ്മളോട് ആരൊക്കെ ദുആ ചെയ്യാൻ പറഞ്ഞോ അവരുടെ എല്ലാ രോഗങ്ങളും അല്ലാഹു തആല ശിഫയാക്കി കൊടുക്കണം. അതിന് പറ്റിയ ഒരു ദുആ ഇൻഷാ അല്ലാഹ് നമ്മൾ പറയാൻ പോകുന്നു. എല്ലാവരും മനസാന്നിധ്യത്തോടുകൂടി പറയുക. പറയുമ്പോൾ അല്ലാഹു എല്ലാ രോഗങ്ങളും നീ ശിഫയാക്കണേ അല്ലാ എന്ന് മനസ്സിൽ തട്ടി ഇൻഷാ അല്ലാഹ് പറയട്ടോ. അല്ലാഹുമ്മ ഇശ്ഫി അംറാലനാ വഅംറാല മൻ ഔസ്വാനാ യാ ശാഫിയൽ അംറാൽ. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وامراض من اوصانا بالدعاء يا شافي الامراض. اللهم اشف امراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض.
اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض اللهم اشف أمراضنا وأمراض من أوصانا بالدعاء يا شافي الأمراض. ഒരു പ്രാവശ്യം പറഞ്ഞാൽ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി ഒരു വൃക്ഷം നടപ്പെടുമെന്നാണ് ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. ഏതാണ് ആ ദിക്ർ? നമ്മളൊക്കെ തസ്ബീഹ് നമസ്കരിച്ചു റമളാൻ മാസത്തിൽ അല്ലേ? ആ തസ്ബീഹ് നമസ്കാരത്തിലും അതുപോലെ പെരുന്നാൾ നിസ്കാരത്തിലൊക്കെ നമ്മൾ പറഞ്ഞ ഒരു തസ്ബീഹ് ഉണ്ട്. ആ തസ്ബീഹാണ് ഇൻഷാ അല്ലാഹ് പറയേണ്ടത്. ഒരുപാട് പ്രതിഫലങ്ങൾ ഈ തസ്ബീഹ് പറഞ്ഞാൽ കിട്ടുന്നതാണ്. പറഞ്ഞാലോ? സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ 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 സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر سبحان الله والحمد لله ولا إله إلا الله والله أكبر سبحان الله والحمد لله ولا إله إلا الله الله أكبر. പരിശുദ്ധമായ പരിപാവനമായ ശവ്വാൽ മാസം, ഈ ശവ്വാൽ മാസത്തിൽ നമ്മൾ അധികരിപ്പിക്കേണ്ട, ശവ്വാൽ മാസത്തിലെന്നല്ല, ജീവിതത്തിലെ ഏത് സമയമുണ്ടോ എല്ലാ സമയത്തും നമ്മൾ അധികരിപ്പിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ദിക്ർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ പറഞ്ഞ, സ്വഹാബിമാർക്ക് പറയാൻ പറഞ്ഞുകൊടുത്ത ഒരു പ്രത്യേകമായ ദിക്റുണ്ട്. അതായത് കടലിന്റെ നുരയോളം തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിലും പ്പെടുമെന്ന് നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ആ ഒരു ദിക്ർ ഇൻഷാ അല്ലാഹ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് ആ ദിക്ർ പറയാം. അല്ലാഹു തആല ഈ ദിക്ർ പറയുമ്പോൾ എന്തെല്ലാം നേട്ടങ്ങളുണ്ട് അത് മുഴുവനും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ആമീൻ. പറഞ്ഞോ. ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ.
لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير. നമ്മൾ അടുത്ത ദിക്ർ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് സൂചിപ്പിച്ചിരുന്നു, പക്ഷെ പലരുടെയും ശ്രദ്ധയിലേക്ക് അത് പെട്ടിട്ടില്ല എന്ന് തോന്നുന്നു. ഇപ്പോൾ ദിക്റിൻ്റെ മജ്ലിസ് ആയതുകൊണ്ട് ഒരുപാട് പേര് കാണുന്നത് കൊണ്ടും നമ്മൾ സൂചിപ്പിക്കുകയാണ്. എൻ്റെ വാപ്പയുമായി ബന്ധപ്പെട്ട് ഒരു ഫോൺ ഹാക്കിംഗ് സംഭവിച്ചിരുന്നു. ആ ഫോൺ ഹാക്കിങ്ങുമായി ബന്ധപ്പെട്ട് നടന്ന എൻ്റെ വാപ്പക്ക് സംഭവിച്ച ഒരു കാര്യം, അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഒന്നുകൂടി ഉണർത്തുകയാണ്. അത് പൂർണ്ണമായി നിങ്ങളൊന്ന് കേൾക്കുക. നമുക്കൊക്കെ ഒരു പക്ഷേ അത് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, സംഭവിച്ചാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ള വിശദമായ ഒരു ചെറു വിവരണം ഇൻഷാ അല്ലാഹ് അടുത്ത ദിക്ർ സെക്ഷൻ തുടങ്ങുന്നതിന് മുമ്പ് നമ്മളൊന്ന് കേൾക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് ദിക്റിലേക്ക് പ്രവേശിക്കാം. ഇക്കാലത്ത് ഫോൺ ഉപയോഗിക്കുന്ന നമ്മൾ എല്ലാവരും വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങളിലേക്ക് ഉണർത്താനാണ് വന്നത്. പലപ്പോഴും നമ്മളിത് പത്രത്തിൽ കണ്ടിട്ടുണ്ടാകും, ഇല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിൽ തന്നെ പല ആളുകൾക്കും ഇത് സംഭവിച്ചിട്ടുണ്ട്, അത് ശ്രദ്ധിക്കണം എന്നൊക്കെ നമ്മൾ മെസ്സേജുകൾ കണ്ടിട്ടുണ്ടാകും. പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിച്ചിട്ടില്ല, ഞാനും ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എൻ്റെ കുടുംബത്തിൽ, പ്രത്യേകിച്ച് എൻ്റെ വാപ്പക്ക് ഈ ഒരു കാര്യം സംഭവിച്ചപ്പോഴാണ് അതിൻ്റെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായത്. വേറെ ഒന്നുമല്ല, എൻ്റെ വാപ്പായും ഒരു ഉസ്താദാണ്. എൻ്റെ പിതാവ് നമ്മുടെ എറണാകുളം അമൃത ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള പള്ളിയിലാണ് ഇമാമായി സേവനം ചെയ്യുന്നത്. അവിടെ വെച്ച് ഇന്ന് ഉച്ചക്കാണ് ഇത് സംഭവിച്ചത്. അപ്പോൾ വാപ്പയുടെ ഫോണിലേക്ക് ഒരു സഹോദരൻ്റെ, വാപ്പക്ക് അറിയാവുന്ന ഒരാളുടെ വാട്സപ്പ് മെസ്സേജ് വന്നു. എന്താണ് മെസ്സേജ്? ഒരു RTO ചെല്ലാൻ അതിൻ്റെ ഒരു റെസിപ്റ്റിൻ്റെ ചെറിയൊരു ലിങ്ക് വാപ്പയുടെ വാട്സപ്പ് നമ്പറിലേക്ക് വന്നു. ഒറ്റയടിക്ക് നമ്മൾ നോക്കുമ്പോൾ അത് ഈ വാപ്പ വണ്ടി ഓടിച്ചു പോകുമ്പോൾ ഏതെങ്കിലും ഒരു ട്രാഫിക് നിയമം ലംഘിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഫോട്ടോ, അല്ലെങ്കിൽ അതിൻ്റെ പിഴ അടക്കണം, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്ന് വാപ്പ വിചാരിച്ചു. വാപ്പ വിചാരിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും, സ്വാഭാവികമാണ്. അപ്പോൾ നമുക്ക് അറിയാവുന്ന ഒരാളാണ് ഇത് നമുക്ക് അയച്ചു തന്നിട്ടുള്ളത്. നമ്മൾ സ്വാഭാവികമാണ് അത് പിടിച്ചു നിൽക്കും. ആ RTO ചെല്ലാൻ്റെ രൂപം ഇതാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ രൂപത്തിൽ നമ്മൾക്ക് ചിലപ്പോൾ പലപ്പോഴും നമ്മുടെ ഫോണിലേക്കോ അല്ലെങ്കിൽ നമ്മളുള്ള ഗ്രൂപ്പിലേക്കോ നമുക്കറിയാവുന്ന പലരും ഈ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടാകും. അതിൽ എഴുതിയിരിക്കുന്നത് തന്നെ
യുവർ വെഹിക്കിൾ ചെല്ലാൻ, അതായത് മോട്ടോർ വാഹന വകുപ്പ് നമ്മൾ ഏതെങ്കിലും വാഹനം ഓടിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ വാഹനത്തിന്റെ ഏതെങ്കിലും ഒരു പിഴ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിയമലംഘനം നമ്മൾ നടത്തിയിട്ടുണ്ട്, അതിന്റെ ചെല്ലാൻ, അതിന്റെ പിഴ അടക്കണം എന്ന രൂപത്തിലായിരിക്കും ഈ മെസ്സേജ് വന്നിട്ടുണ്ടാവുക. നമ്മൾ സ്വാഭാവികമാണ് അതിൽ പിടിച്ചു നിൽക്കും, അതിൽ ക്ലിക്ക് ചെയ്യും. ക്ലിക്ക് ചെയ്യുമ്പോൾ പറ്റുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഫോൺ ഉൾപ്പെടെ വാട്സപ്പ് മുഴുവനും ഹാക്ക്ഡ് ആയി മാറും. അതായത് മറ്റൊരാളുടെ നിയന്ത്രണത്തിലായി നമ്മുടെ ഫോണും നമ്മുടെ വാട്സപ്പും മാറും. പിന്നെ ഇത് നമ്മളല്ല ഉപയോഗിക്കുന്നത്, വേറെ ആളാണ്. സത്യം പറഞ്ഞാൽ ഈ വാപ്പക്ക് അയച്ചത് അയാളല്ല, അദ്ദേഹമല്ല, മറിച്ച് അദ്ദേഹത്തിന്റെ ഫോൺ ഹാക്ക് ചെയ്ത ആരോ ആണ് ഈ ഒരു മെസ്സേജ് അയച്ചു കൊടുത്തത്. വാപ്പ ഇത് ക്ലിക്ക് ചെയ്തപ്പോൾ വാപ്പയുടെ ഫോണിൽ ആരൊക്കെ കോണ്ടാക്ട് ഉണ്ടോ എല്ലാവർക്കും ആ മെസ്സേജ് പോയി, ഗ്രൂപ്പുകളിലും പോയി. പലരും ഇത് പിടിച്ചു നോക്കി, കാരണം ഉസ്താദാണല്ലോ അയച്ചിട്ടുള്ളത്, എന്തോ വലിയ കാര്യമാണെന്ന് പറഞ്ഞ് എല്ലാവരും ക്ലിക്ക് ചെയ്തു. പലർക്കും ഇതേ അബദ്ധം, അതായത് നമ്മുടെ വാട്സപ്പിലെ പ്രൊഫൈൽ പിക്ക് വരെ മാറും. വാട്സപ്പ് നിയന്ത്രിക്കുന്നത്, ചിലപ്പോൾ ഫോൺ തന്നെ നിയന്ത്രിക്കുന്നത് മറ്റൊരാളായി മാറും. അവർ തോന്നിയ പോലെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യും, വേണ്ടാത്തരങ്ങൾ ചെയ്യും. എത്രത്തോളം നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ പോലും ഇത് കവർന്നെടുക്കാൻ കാരണമാകും. ഞാനിത് പറയുന്നത് പുതിയ കാര്യമൊന്നുമല്ല, ഒരുപാട് നാളുകളായി നമ്മുടെ ഇടയിൽ നടക്കുന്ന പല കാര്യങ്ങളുമാണ്. പലരും ഇത് പേടിച്ച് എന്താന്ന് പോലും അറിയാതെ പേടിച്ച് മിണ്ടാതിരിക്കും. പല പത്രങ്ങളിലും ഇത് വിശദമായി വന്നിട്ടുണ്ട്, ചിലപ്പോൾ നമ്മൾ വായിച്ചോളണമെന്നില്ല. ഇത് മോട്ടോർ വാഹന വകുപ്പ് തന്നെ പറഞ്ഞു ഇങ്ങനെ ഒരു തട്ടിപ്പ് നടക്കും, നിങ്ങൾ ആരും അതിൽ ക്ലിക്ക് ചെയ്യരുത് എന്ന് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മൾ ആരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ഒരുപാട് ആളുകൾ ഉണ്ട് എന്ന് എനിക്കറിയാം. അതുകൊണ്ട് സ്നേഹത്തോടെ ഉണർത്തട്ടെ, ഇതുപോലെ ഒരു മെസ്സേജ് നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് വന്നാൽ ഒരിക്കലും അതിൽ ക്ലിക്ക് ചെയ്യരുത്. അതേ പറയാനുള്ളൂ, ക്ലിക്ക് ചെയ്യരുത്. ഇനി ക്ലിക്ക് ചെയ്തു പോയാൽ നമ്മുടെ ഫോൺ ഹാക്കായി മാറും. അപ്പോൾ എന്ത് ചെയ്യും? ഇതേ മെസ്സേജ് തന്നെ എല്ലാവർക്കും പോകും. നമ്മുടെ ഫോണിൽ ആരൊക്കെ ഉണ്ട് എല്ലാവർക്കും പോകും. എല്ലാവരും അത് ക്ലിക്ക് ചെയ്താൽ അത് നമ്മുടെ ഫോൺ തന്നെ നഷ്ടപ്പെടാനും ഫോണിന്റെ സംവിധാനങ്ങൾ തന്നെ തകരാറിലാവാനും നമ്മുടെ അക്കൗണ്ടിലുള്ള പൈസ തന്നെ പോവാനും കാരണമാകും. അതുകൊണ്ട് ഇതുപോലുള്ള ഒരു മെസ്സേജ് വന്നാൽ ഒരിക്കലും ക്ലിക്ക് ചെയ്യരുത്. ഇനി ആരെങ്കിലും ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ തന്നെ നിങ്ങളുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ പോലീസ് സ്റ്റേഷനിൽ ആയാൽ ഏറ്റവും നല്ലത്, സൈബർ പോലീസ് സ്റ്റേഷനിലോ പോയി കംപ്ലൈന്റ് കൊടുക്കുക. അവരുടെ കയ്യിൽ നമ്മുടെ ഫോൺ കൊടുക്കുക. അവർ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അത് പരിശോധിച്ചിട്ട് വേണ്ട രൂപത്തിൽ നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും. ആരും പേടിക്കാനൊന്നുമില്ല. ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. സൈബർ സെല്ലിലെ പോലീസ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞ ഇതുപോലെ ഒരുപാട് കേസുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ആരും ഇത് ശ്രദ്ധിക്കാതെ പോകരുത്. നമുക്ക് സ്വന്തം കുടുംബത്തിൽ വരുമ്പോഴാണ് ഇതിന്റെ വിഷമം നമുക്ക് മനസ്സിലാവുക. ഈ ഒരു മെസ്സേജ് നിങ്ങൾ മറ്റുള്ളവർക്കും എത്തിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. വാപ്പ നമ്മുടെ എറണാകുളം ജില്ലയിലെ കാക്കനാട് ഇൻഫോ പാർക്കിന്റെ ഉള്ളിലുള്ള സൈബർ പോലീസ് സ്റ്റേഷനിലാണ് പരാതി കൊടുത്തത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ കാര്യം പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും വേണ്ടപ്പെട്ടവർക്കും ഇത് അറിയിച്ചു കൊടുക്കാൻ വിട്ടുപോകണ്ട. ആകാശത്ത് നിന്നും ഭൂമിയിൽ നിന്നും അതിൻ്റെ ഇടയിൽ നിന്നും എന്തെല്ലാം ഉപദ്രവകരമായ കാര്യങ്ങളുണ്ടോ എല്ലാത്തിനെയും തടയാൻ പറ്റുന്ന അമൂല്യമായ ഒരു ദിക്ർ, അമൂല്യമായ ഒരു ദുആ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിമാർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ഗുളിക കഴിക്കുന്നത് പോലെ രാവിലെയും വൈകിട്ടും, അതായത് സുബഹി നമസ്കാരത്തിന് ശേഷവും മഗ്രിബ് നമസ്കാരത്തിന് ശേഷവും ഒരു 3 പ്രാവശ്യം വീതമെങ്കിലും ചുരുങ്ങിയത് ഈ ദിക്ർ പറയണമെന്നാണ്. പറഞ്ഞാൽ എല്ലാ ആപത്ത്, മുസീബത്ത്, കണ്ണീർ, സിഹറിനെ തൊട്ടുള്ള കാവൽ കിട്ടുമെന്നാണ്. നമുക്കതൊന്ന് പറഞ്ഞാലോ? ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം.
ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ഷൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവസ് സമീഉൽ അലീം. മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ ഭാരം തൂങ്ങുന്ന ദിക്ർ ഏതാണ്? നമ്മൾ റമദാനിലേക്ക് ഒരുപാട് കണ്ടു പറഞ്ഞ ആ ഒരു ദിക്ർ പറഞ്ഞു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ് 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി യസ്തഗ്ഫിറുല്ലാഹ്
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. അൽഹംദുലില്ലാ, നമ്മുടെ ദിക്ർ, സ്വലാത്ത്, തസ്ബീഹ് എല്ലാം അല്ലാഹു തആല സ്വീകരിക്കുമാറാവട്ടെ. നമ്മൾ ചൊല്ലിയ ദിക്റുകൾക്കും സ്വലാത്തുകൾക്കും അല്ലാഹുവിന്റെ ഇസ്മുകൾക്കൊക്കെ എന്തെല്ലാം പ്രതിഫലങ്ങൾ, നമ്മളിവിടെ കുറച്ച് പ്രതിഫലമൊക്കെ പറഞ്ഞിട്ടുള്ളൂ. ഇനിയും ഒരുപാട് നേട്ടങ്ങൾ ഇത് ചൊല്ലുമ്പോൾ അതിന്റെ പിറകിൽ നമുക്ക് കിട്ടാനുണ്ട്. എല്ലാ പ്രതിഫലവും അല്ലാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാവട്ടെ. എല്ലാ ആപത്ത്, മുസീബത്ത്, എല്ലാവിധ ഇടങ്ങേറുകളെ തൊട്ടും അല്ലാഹു നമ്മളെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. പ്രത്യേകം ഉസ്താദ് പേര് പറഞ്ഞ് ഞങ്ങളുടെ ദുആരക്കണമെന്ന് ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് പേര് പറയാനാണെങ്കിൽ അതിന് തന്നെ സമയം ഉണ്ടാവുള്ളൂ. ഇൻഷാ അല്ലാഹ് മൊത്തത്തിൽ ആരൊക്കെ ദുആരക്കാൻ പറഞ്ഞു എല്ലാവരെയും മനസ്സിൽ കണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടി നമ്മൾ ദുആരക്കാൻ പോവുകയാണ്. അതിനു മുമ്പ് സൂറത്തുൽ ഫാത്തിഹ, ഇഖ്ലാസ്, മുഅവ്വിദത്തൈൻ നമുക്ക് ഓതി നമുക്ക് ദുആരക്കാം. ഇലാ ഹദ്റത്തി നബിയിനാ വ ഹബീബിനാ മുസ്തഫ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ഇലാ ഹദ്റാത്തി മമ്മാതു മിന്നാ യാ റബ്ബൽ ആലമീൻ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സ്വമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين وجعلنا للمتقين إماما. رب ارحمهما كما ربياني صغيرا. അർഹമുർ റഹീമീനായ കരുണയുള്ള റബ്ബേ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടൽ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. പരിശുദ്ധമായ റമദാൻ മാസമെല്ലാം വിട പറഞ്ഞ് വിശുദ്ധമായ ശവ്വാൽ മാസത്തിന്റെ സുന്ദരമായ രാവുകളിലൂടെ പകലുകളിലൂടെയാണ് ഞങ്ങൾ പോകുന്നത്. ചെയ്യുന്ന അമലുകളെല്ലാം നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, ഒരുപാട് നന്മകൾ ചെയ്യാനും അതുവഴി സ്വർഗത്തിൽ കടക്കാനും ഞങ്ങൾക്ക് എല്ലാവർക്കും തൗഫീഖ് തരണേ റഹ്മാനെ. അല്ലാഹുവേ, വിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിൽ ഞങ്ങൾ ഒരുപാട് ദിക്റുകൾ പറഞ്ഞിട്ടുണ്ട്, തസ്ബീഹുകൾ പറഞ്ഞിട്ടുണ്ട്, സ്വലവാത്തുകൾ പറഞ്ഞിട്ടുണ്ട്. എല്ലാം നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ച റബ്ബേ, ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയ ഒരുപാട് ആളുകളുണ്ട്. എല്ലാവരുടെയും പാപങ്ങൾ നീ പുറത്തു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്കും ഞങ്ങളുടെ തെറ്റുകളെല്ലാം നീ വിട്ടുപുറത്തു മാപ്പാക്കണേ അല്ലാ. അല്ലാഹുവേ, പടച്ചവനെ, പരിശുദ്ധമായ ഈ ശവ്വാൽ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങളിൽ നിന്നും മരണപ്പെട്ടു പോയവരുടെ ഖബർ ജീവിതം നീ സന്തോഷത്തിലാക്കണേ അല്ലാ, സമാധാനത്തിലാക്കണേ അല്ലാ, ഖൈർ കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളോട് ഒരുപാട് പേര് ദുആരക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, പടച്ചവനെ, നേരിട്ട് കണ്ട് പറഞ്ഞവരുണ്ട്, ഫോണിൽ വിളിച്ചു പറയുന്നവരുണ്ട്, കമന്റിലൂടെ ഒരുപാട് ഉമ്മമാരും വാപ്പമാരും ഒരുപാട് ദുആ വസിയത്ത് എഴുതാറുണ്ട്. എല്ലാവരുടെയും ഹലാലായ മുറാദ് നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാ. വിഷമ പ്രയാസങ്ങൾ മാറ്റണേ അല്ലാ, കടങ്ങൾ ദൂരീകരിക്കണേ അല്ലാ. കടക്കാരായി മരിപ്പിക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, കടങ്ങൾ വീട്ടാനുള്ള എളുപ്പ വഴി എന്താണെന്ന് നിനക്കറിയാം, അത് തുറന്നു തരണേ അല്ലാ.
അള്ളാഹുവെ മക്കളില്ലാതെ വിഷമിക്കുന്നവരുണ്ട്, ഖൈറായ മക്കളെ കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് തന്നിട്ടുള്ള മക്കളെ നീ നന്നാക്കി തരണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളുടെ മക്കൾ വഴിതെറ്റി പോകുന്ന കാലമാണ്, നീ കാക്കണേ അല്ലാ. അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കൾ കാരണം സന്തോഷിക്കുന്ന അവസ്ഥ ഞങ്ങൾക്ക് തരണേ അല്ലാ. അള്ളാഹുവെ ഞങ്ങളുടെ മക്കളുടെ രോഗങ്ങൾ നീ ശിഫയാക്കി കൊടുക്കണേ അല്ലാ. അവരെഴുതിയ പരീക്ഷകൾക്ക് ഉന്നതമായ വിജയം കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ മക്കളില്ലാതെ വിഷമിക്കുന്നവർ, അതുപോലെ തന്നെ കല്യാണ പ്രായമെത്തിയിട്ട് വിവാഹം ശരിയാവാതെ വിഷമിക്കുന്നവരുണ്ട്. അവർക്കൊക്കെ നീ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും കൊടുക്കണേ അല്ലാ. അള്ളാഹുവേ ഒരുപാട് ആളുകൾ രോഗികളാണ്, രോഗങ്ങൾക്ക് നീ ശിഫ കൊടുക്കണേ അല്ലാ. മാരകമായ ക്യാൻസർ പോലെ, ബ്രെയിൻ ട്യൂമർ പോലെ, അറ്റാക്ക് പോലെ ചെറുതും വലുതുമായ ഒരുപാട് അസുഖങ്ങളുണ്ട്. എല്ലാം നീ ശിഫയാക്കണേ അല്ലാ. ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹു ഞങ്ങളെ ചൊല്ലിയ ദിക്റിന്റെ സ്വലവാത്തിന്റെ കൊണ്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും രോഗാണുക്കൾ ശരീരത്തിൽ പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം നീ നശിപ്പിച്ചു കളയണേ അല്ലാ. രോഗങ്ങൾക്ക് നീ ശമനം തരണേ അല്ലാ. ഹോസ്പിറ്റലിൽ കഴിയുന്നവര്, വെന്റിലേറ്ററിൽ കഴിയുന്നവർ, ഐസിയുവിൽ കഴിയുന്നവർ, അഡ്മിറ്റ് ചെയ്യപ്പെട്ടവർ എല്ലാവർക്കും നീ സലാമത്ത് കൊടുക്കണേ അല്ലാ. രോഗശാന്തി പ്രദാനിക്കണേ അല്ലാ. ഞങ്ങൾ കഴിക്കുന്ന മരുന്നിൽ നീ ശിഫ പ്രദാനിക്കണേ റഹ്മാനെ. അല്ലാഹുവേ അപകട മരണങ്ങളെ തൊട്ട് കാക്കണേ അല്ലാ. ആക്സിഡന്റുകളെ തൊട്ട് കാക്കണേ അല്ലാ. ലോക മുസൽമാന് നീ ഇസ്സത്ത് കൊടുക്കണേ അല്ലാ. അഭിമാനം കൊടുക്കണേ അല്ലാ. പ്രവാസികളായ ഞങ്ങളുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ ലോകത്തെവിടെയെല്ലാം പ്രതിസന്ധി അനുഭവിക്കുന്ന ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്. എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഞങ്ങളുടെ ശത്രുക്കളുടെ ശക്തിയെ നീ ക്ഷയിപ്പിച്ച് കളയണേ റഹ്മാനെ. മുസ്ലിം ഉമ്മത്തിന് നീ എല്ലാവിധ നന്മയും കൊടുക്കണേ അല്ലാ. അല്ലാഹു ഞങ്ങളുടെ വീടുകളിൽ നീ സ്വസ്ഥത തരണേ അല്ലാ. സമാധാനം തരണേ അല്ലാ. ഞങ്ങളുടെ നാട്ടിൽ നീ സമാധാനം തരണേ അല്ലാ. ഞങ്ങളുടെ രാജ്യത്ത് നീ എല്ലാവിധ സാഹോദര്യവും നിലനിർത്തി തരണേ അല്ലാ. ഇലക്ഷൻ കാലം വരുകയാണ്, നടക്കുകയാണ്. പടച്ചവനെ ഞങ്ങൾക്ക് അനുയോജ്യരായ, ഞങ്ങളുടെ നാടിന് ഉപകാരപ്പെടുന്ന നല്ല ഭരണാധികാരികളെ തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് മരിക്കുന്ന സമയത്ത് കെലിമ ചൊല്ലി മരിക്കാനുള്ള മഹാ സൗഭാഗ്യം പ്രദാനിക്കണേ അല്ലാ. ഞങ്ങളുടെ ക്ലാസുകൾ സ്ഥിരമായി കേൾക്കുന്ന ഉമ്മമാരുണ്ട്, വാപ്പമാരുണ്ട്. പലരും കമന്റ് എഴുതാൻ അറിയില്ല എന്ന് പറയുന്നവരാണ്. ആരെല്ലാം ഈ ക്ലാസ് കേൾക്കുന്നോ, ഇത് മനസ്സിലാക്കുന്നോ, എഴുതി വെക്കുന്നോ, എല്ലാവർക്കും നീ എല്ലാവിധ ദുന്യവിയായ ഉഖറവിയായ നന്മകളും കൊടുക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതം നീ പാഴാക്കി കളയല്ലേ റബ്ബേ. മരിക്കുന്നതിന് മുമ്പ് ഹജ്ജും ഉംറയും ചെയ്യാനുള്ള അവസരം തരണേ അല്ലാ. ഹജ്ജ് മാസമൊക്കെ വരികയാണ്. ഒരുപാട് പേര് ഹജ്ജിന് പോവാൻ ആഗ്രഹിക്കുന്നു. ആ കാര്യങ്ങളൊക്കെ നീ എളുപ്പമാക്കണേ അല്ലാ. ഉംറക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർ ഖൈറാക്കണേ അല്ലാ. ഞങ്ങൾക്ക് മദീന സിയാറത്തിന് വലിയ തൗഫീഖ് തരണേ അല്ലാ. ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളും നീ ഏറ്റെടുത്ത് എല്ലാവിധ റാഹത്തിലും സന്തോഷത്തിലുമാക്കി തരണേ അല്ലാ. ലോകത്തിന്റെ ഒരുപാട് സ്ഥലങ്ങളിൽ യുദ്ധം നടക്കുകയാണ്, ഒരുപാട് പ്രതിസന്ധികളിലാണ്, ഒരുപാട് പ്രശ്നങ്ങൾ നടക്കുകയാണ്. പടച്ചവനെ എല്ലാവരുടെയും എല്ലാ പ്രയാസങ്ങളും പ്രശ്നങ്ങളും മാറ്റിക്കൊടുത്ത് യുദ്ധ സാഹചര്യങ്ങളെല്ലാം നീ ഒഴിവാക്കി കൊടുക്കണേ അല്ലാ. ആരെല്ലാം ലോകത്ത് പ്രതിസന്ധി അനുഭവിക്കുന്നുണ്ടോ യുദ്ധം കാരണം, എല്ലാവർക്കും നീ ഖൈർ കൊടുക്കണേ അല്ലാ. നിന്റെ ശാന്തി കൊടുക്കണേ അല്ലാ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم الحمد لله. നമ്മുടെ സദസ്സ് നാളെയും ഉണ്ടാകും. എല്ലാവരും പങ്കെടുക്കുക. അല്ലാഹു തആല നമ്മുടെ സദസ്സും ദുആയും ദിക്റും എല്ലാം സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.